വടകര ജില്ലാ ഹോസ്പിറ്റലിലേക്ക് ഫെഡറൽ ബാങ്ക് നൽകിയ ആംബുലൻസ് കൈമാറൽ ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി നിർവഹിച്ചു. വടകര ജില്ലാ ആശുപത്രിക്ക് വടകര ഫെഡറൽ ബാങ്ക് ഫോർമിസ് മെമ്മോറിയൽ ഫൗണ്ടേഷൻ CSR ഫണ്ടിൽ നിന്നും അനുവദിച്ച പുതിയ മാരുതി ഈക്കോ ആംബുലൻസിന്റെ കൈമാറ്റ ചടങ്ങ് വടകര ജില്ലാ ആശുപത്രി കോൺഫറൻസ് ഹാൾ വെച്ച് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഹോസ്പിറ്റൽ സൂപ്രണ്ട് സരള നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫെഡറൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് ആൻഡ് കോഴിക്കോട് റീജിയണൽ ഹെഡ് ജോസ്മോൻ P. ഡേവിഡ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ PP, വടകര ജില്ലാ ആശുപത്രി HMC മെമ്പർ KP കരുണാകരൻ, വടകര ഫെഡറൽ ബാങ്ക് ബ്രാഞ്ച് ഹെഡ് രമ്യ RM, വടകര ജില്ലാ ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് ഷീബ P എന്നിവർ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വടകര ജില്ലാ ആശുപത്രി RMO ഡോക്ടർ ശ്യാം VK സ്വാഗതവും വടകര ജില്ലാ ആശുപത്രി PRO നോമിസ് മാത്യു നന്ദി പറഞ്ഞു. ആശുപത്രി HMC മെമ്പർമാർ, ഫെഡറൽ ബാങ്ക് ജീവനക്കാർ, ആശുപത്രിയിലെ മറ്റു ജീവനക്കാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് നമ്മുടെ വടകര ജില്ലാ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത്. ഏത് വിധേനയാണെങ്കിൽ അത് വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നടത്താൻ ഈ ഹോസ്പിറ്റലിന് സാധിക്കുന്നുണ്ട്. പക്ഷേ കുറേക്കൂടെ നേരത്തെ അധ്യക്ഷ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം, നിരന്തരമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ആംബുലൻസിൻ്റെ ഒരു പ്രശ്നം എന്നുള്ളത്. നിലവിലുള്ള ആംബുലൻസ് കേടാവുകയും അത് വർഷത്തിൽ പോകുന്ന സമയത്ത് ഇവിടെ എത്തുന്ന രോഗികൾക്ക് വളരെയേറെ പ്രയാസമുണ്ടാക്കുന്നു എന്നുള്ളത്, അതിനൊരു പരിഹാരം എന്താണെന്ന് നിരന്തരം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഫെഡറൽ ബാങ്കിനെ സമീപിക്കാം. വിവിധ വകുപ്പിനെ നമ്മൾ സമീപിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും കത്ത് കൊടുക്കാൻ HMC ആലോചിക്കുകയും ഫെഡറൽ ബാങ്കാണ് ആദ്യം തന്നെ അത് നമുക്ക് നൽകാമെന്ന് അറിയിച്ചിട്ട് വളരെ സന്തോഷം. നമുക്കറിയാം, ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഹോസ്പിറ്റലിന് മാത്രമല്ല, കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഫെഡറൽ ബാങ്ക് വിവിധ ആവശ്യങ്ങൾക്ക് നമ്മൾ സമീപിക്കുമ്പോൾ വളരെ നല്ല മനസ്സോടുകൂടി വളരെ കൃത്യമായിട്ട് അത് നമുക്ക് എത്തിച്ചു തരുന്നതിനും ഏതൊരു കാര്യം ആവശ്യപ്പെട്ടാലും നമുക്കത് അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ച് നമുക്കറിയാം, ഓരോ സ്ഥാപനത്തിനും അവരുടേതായിട്ടുള്ള CSR ഫണ്ടുണ്ട്. ആ ഫണ്ട് വിവിധ മേഖലകളിലേക്ക് അവർ ഉപയോഗപ്പെടുത്തുമ്പോൾ കൃത്യമായിട്ടും വേണ്ട സ്ഥലത്ത് തന്നെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ ഫെഡറൽ ബാങ്കിന് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മളെപ്പോലുള്ളവരുടെ ഒരു സന്തോഷം. ആ സന്തോഷമാണ് ഈ ഒരു അവസരത്തിൽ നമ്മൾ പങ്കിടുന്നത്. ഫെഡറൽ ബാങ്ക് മാനേജറെയും അതുപോലെ തന്നെ റീജിയണൽ ഓഫീസിലെയും എല്ലാവരെയും ഈ ഒരു അവസരത്തിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന് വേണ്ടി അഭിനന്ദനം അർപ്പിക്കുകയാണ്. ആവശ്യങ്ങളെല്ലാം അങ്ങനെ പല പ്രോബ്ലംസും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഫെഡറൽ ബാങ്കിനെ നമ്മൾ സമീപിച്ചത്. പക്ഷേ അവര് ഞാൻ നിങ്ങളോട് പ്രത്യേകം നന്ദി പറയുന്നു. അതിൻ്റെ എല്ലാ ഇനീഷ്യേറ്റീവ്സ് എല്ലാം സഹായിച്ചതിന് വളരെ നന്ദിയുണ്ട്. ഞങ്ങൾ ആക്ച്വലി ഈ ഇവരുടെ സമീപിച്ചും കൂടി തന്നെ നമ്മൾ കുറച്ച് പേര് കൂടി സമീപിച്ചിരുന്നു. പക്ഷേ ഇവരാണ് ഫസ്റ്റ് നമുക്ക് റെസ്പോൺസ് തന്നത്. അത് നമ്മളത് അതിൻ്റെ ആ ഒരു ഇനോഗ്രേഷനാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത്. നാളെ അത് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്. ഇത് അതിനോട് ചേർന്ന് മൂന്നാമത്തെ ആംബുലൻസ് അത് വരുന്നത്. ആംബുലൻസ് ചെയ്യുമ്പോൾ ഇത് മാഡം പറഞ്ഞതുപോലെ നമ്മുടെ ഫെഡറൽ ബാങ്കിന്റെ സ്ഥാപകനായ ശ്രീ ഹോർമിസ് മെമ്മോറിയൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലാണ് നമ്മുടെ ബാങ്കിന്റെ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ ഒരുപക്ഷെ കേരളത്തിൽ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രമുഖ ആശുപത്രികളുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ് കോഴിക്കോട്. വലിയ വലിയ ആശുപത്രികൾ. പക്ഷെ സാധാരണക്കാരായവർ ചികിത്സ തേടുന്നത് ആദ്യം മേഡം പറഞ്ഞ പോലെ പ്രൈമറി ഹെൽത്ത് സെന്റർ, അവിടുന്ന് റെഫർ ചെയ്യുന്നത് ഇവിടെ എത്തും. ഇവിടുന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിലേക്കോ വല്ലതും പോകും. അപ്പോൾ ഒത്തിരി ആളുകൾക്ക് ഡയറക്റ്റ് ആവശ്യം വരുമ്പോൾ വലിയ പണച്ചെലവില്ലാതെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത് എമർജൻസി മൂവ്മെന്റ്സ് വരുമ്പോൾ അതിൽ ഏറ്റവും ക്രിട്ടിക്കലായിട്ട് വരുന്നത് ഒരു ആംബുലൻസ് തന്നെയാണ്. ഒരു നിമിഷങ്ങൾക്കകം ഒരാളുടെ ജീവൻ സംരക്ഷിച്ച് ആശുപത്രിയിൽ എത്തിക്കാൻ അല്ലെങ്കിൽ അടുത്തൊരു സെന്ററിൽ എത്തിക്കാൻ ആംബുലൻസ് ഉണ്ടെങ്കിലല്ലേ സാധിക്കൂ. അതും നമ്മുടെ ആളുകൾ ഒത്തിരി ഉത്ഭുത ഇക്കാര്യത്തിൽ അറിവുള്ളവരാണ്. റോഡിൽ ഒരു ആംബുലൻസ് എവിടെ കണ്ടു കഴിഞ്ഞാലും വഴിമാറി കൊടുക്കും. അത് മാറി കൊടുത്തില്ലെങ്കിൽ അതിനുള്ള നടപടി ഉണ്ടാവും. അതിൽ പൊതുജന സപ്പോർട്ട് ഉണ്ടാവും. അപ്പൊ ആംബുലൻസ് എന്നത് ഒത്തിരി ജനങ്ങളെ സ്പർശിക്കുന്ന ഒരു മേഖല, വളരെ അത്യന്താപേക്ഷിത സേവനം കൊടുക്കുന്ന ഒരു മേഖല. അതായതുകൊണ്ട് ഞങ്ങൾ ഈ അടുത്ത സമയത്ത് വന്ന കൂടുതൽ ആവശ്യങ്ങൾക്ക് എല്ലാത്തിനും ആംബുലൻസുകൾക്ക് എല്ലാത്തിനും നമ്മൾ സംഖ്യ അനുവദിക്കുകയുണ്ടായി. അതിലൊന്നായിട്ട് ഇതും ഉള്ള വഴി തെളിഞ്ഞു വന്നു. അതിനേറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ചത് ഞങ്ങളുടെ വടകര ബ്രാഞ്ചിന്റെ അക്ഷയ്
കൂടെ ചേർന്നിട്ട് ഗവൺമെന്റ് ബിസിനസ് നോക്കുന്ന അമറൊക്കെയാണ്. ജില്ലാ പഞ്ചായത്തുമായിട്ട് ഡയറക്റ്റ് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു കാര്യം എന്ന നിലയിൽ ബാങ്കിന്റെ ലാഭവിഹിതത്തിൽ നിന്ന് ചെറിയൊരു സംഖ്യ ഒരുപാട് പ്രവാസികളെ അവര് തുടക്കത്തിൽ